ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം ഡിസംബർ 31 വരും. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ സാലറി സ്കെയില്, പിന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളാണ് എൻ്റെ എനർജി. അപ്പോൾ പുതിയ വീഡിയോസിന് എന്നെ ഫോളോ ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം ഡിസംബർ 31 വരുന്നത്. സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ അസിസ്റ്റൻറ്റ് ഓർ ഓഡിറ്റർ വിജ്ഞാപനം ഡിസംബർ 31 പ്രസിദ്ധീകരിക്കും. 2025 ജനുവരി 29 രാത്രി 12 മണിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന സമയം. അതായത് ജനുവരി 29 രാത്രി 12 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കറക്റ്റ് തന്നെ യോഗ്യതയുള്ളവർ കറക്റ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം. അതായത് ആദ്യമായിട്ട് PSC അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈൽ PSC ലോഗിൻ ചെയ്ത് പ്രൊഫൈലൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം അതിലൂടെ അപ്ലൈ ചെയ്യാം. നിലവിൽ പ്രൊഫൈലുള്ളവർ അതിലൂടെയാണ് അപേക്ഷകൾ നൽകേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് എന്നിവയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലും അസിസ്റ്റൻറ്റ് നിയമനം ഈ റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തുന്നതാണ്. അപ്പോൾ തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ്. ശമ്പള സ്കെയിൽ, സാലറി സ്കെയിൽ 27,800 മുതൽ 59,400 രൂപ വരെയാണ്. ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ നിയമന രീതി നേരിട്ടുള്ളതും തസ്തിക മാറ്റവും വെവ്വേറെ വിജ്ഞാപനം, രണ്ടും വെവ്വേറെ ആയിരിക്കും കേട്ടോ. നേരിട്ടുള്ളത് വേറെ ആയിട്ടും തസ്തിക മാറ്റം വഴിയുള്ള രണ്ടും വേറെയാണ് നിയമന രീതി. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ, 2 തീയതികൾക്കും ഇടയിൽ ജനിച്ചവർക്കും, ആ തീയതി ഉൾപ്പെടെ കേട്ടോ, ആ ഉൾപ്പെടെയാണ് ഇടയിൽ ജനിച്ചവർ. പിന്നെ SC ST വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വയസ്സ്, അതായത് 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തതുല്യം. ഇത്തവണയും 2 ഘട്ട പരീക്ഷയായിട്ട് നടക്കുന്നത് കേട്ടോ. 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. എന്നിട്ടാണ് റാങ്ക് പട്ടികയൊക്കെ തയ്യാറാക്കുന്നത്. പ്രാഥമിക പരീക്ഷ വിജയിക്കുന്നവർ, അത് പ്രിലിംസ് ജയിക്കുന്നവരാണ് സെക്കൻഡ് എക്സാമിൽ എഴുതുന്നത്. മുഖ്യ പരീക്ഷയ്ക്ക് ഇത്തവണ 2 പേപ്പറുകളാണ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻ എക്സാമിന് 2 പേപ്പർ ഉണ്ടാവും. 2 100 മാർക്കിൻ്റെ വീതമാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രിലിംസിന് കിട്ടുന്ന മാർക്ക് ഈ മെയിൻ എക്സാം എഴുതാനുള്ള മാർക്കായിട്ടേ കണക്ക് കൂട്ടുള്ളൂ. അത് ഇതിൽ കൂട്ടില്ല. പിന്നെ ഈ 2 പേപ്പറിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിന് കിട്ടുന്ന മാർക്കും കൂടെ പരിഗണിച്ചാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ വിശദമായ പാഠ്യപദ്ധതിയും പരീക്ഷാ പദ്ധതിയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിൽ 4% ഭിന്നശേഷിക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്ന് 419 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷൻ OC 285 റാങ്ക് വരെയുള്ളവർക്ക് പിന്നെ അഡ്വൈസ് പോയി, നിയമനം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സംവരണ വിഭാഗം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. EWS എക്കണോമിക്കലി വീക്കർ സെഷൻ, അത് 321. പിന്നെ ഈഴവ 303 SC സപ്ലിമെൻ്ററി 22, ST സപ്ലി 10, മുസ്ലിം 414, LC AI അത് ലാത്തിൻ കത്തോലിക്ക് 789, OBC 304, വിശ്വകർമ്മ 458, SIUC നാടാർ 566, SCCC സപ്ലി 3, ധീവരയിൽ നിന്ന് 695, ഹിന്ദു നാടാർ 610, LV 4, HI 5, LDDP 5,
MDAI 2, BD 14. ഇപ്പോഴത്തെ റാങ്ക് പട്ടികയുടെ കാലാവധി 2026 ഏപ്രിൽ 11 വരെയാണ്. അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് ഏപ്രിൽ 11 വരെയുണ്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ്. അത് കഴിയുന്നതോടുകൂടി എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ എക്സാം കഴിയും, റാങ്ക് ലിസ്റ്റൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല ഒരു റാങ്ക് തന്നെ. ആദ്യം പ്രിലിംസിൽ കയറുക. പ്രിലിംസ് മാത്രം ഉദ്ദേശിച്ച് നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ മെയിൻസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ പ്രിലിംസ് എന്തായിട്ടും നിങ്ങൾ ക്ലിയർ ചെയ്യും. പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മെയിൻസും കൂടെ നന്നായിട്ട് എഴുതാൻ കഴിയണം. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കൂടെ കിട്ടി നല്ലൊരു റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ജോലി കിട്ടട്ടെ എല്ലാവർക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാ ആശംസകളും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായിട്ട് നോക്കുക. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ വരും. 31-ാം തീയതി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതിനുള്ളിൽ വരും. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.